രണ്ട് രാജാക്കന്മാർ അധ്യായം 10. ആഹാബിന് ശമരിയയിൽ 70 പുത്രന്മാർ ഉണ്ടായിരുന്നു. യേഹു ഇസ്രായേൽ പ്രഭുക്കന്മാർക്കും മൂപ്പന്മാർക്കും ആഹാബിന്റെ പുത്രബാലകന്മാർക്കും ശമരിയയിലേക്ക് എഴുത്തുകളെ എഴുതി അയച്ചു തന്നാൽ നിങ്ങൾ യജമാന്റെ പുത്രന്മാരും നേതൃത്വങ്ങളും കുതിരകളും ഉറപ്പുള്ള പട്ടണവും ആയുധങ്ങളും നിങ്ങളെ കൈവശമുണ്ടല്ലോ. ആകയാൽ ഈ എഴുത്ത് നിങ്ങളുടെ അടുക്കൽ എത്തിയ ഉടനെ നിങ്ങളുടെ യജമാന്റെ പുത്രന്മാര് ഉത്തമനും യോഗ്യനുമായവനെ നോക്കിയെടുത്ത് അവന്റെ അപ്പന്റെ സിംഹാസനത്തിൽ ഇരുത്തി നിങ്ങളുടെ യജമാന്റെ ഗൃഹത്തിന് വേണ്ടി യുദ്ധം ചെയ്യുവിൻ. അവരോ ഏറ്റവും ഭയപ്പെട്ടു. രണ്ട് രാജാക്കന്മാർക്ക് അവനോട് എതിർത്ത് നിൽപ്പാൻ കഴിഞ്ഞില്ലല്ലോ. പിന്നെ നാം എങ്ങനെ നിൽക്കുമെന്ന് പറഞ്ഞു. ആകയാൽ രാജധാനി വിചാരകനും നഗരാധിപതിയും മൂപ്പന്മാരും പുത്രപാലകന്മാരും യേഹുവിന്റെ അടുക്കൽ ആളയച്ചു. ഞങ്ങൾ നിന്റെ ദാസന്മാർ, ഞങ്ങളോട് കൽപ്പിക്കുന്നൊക്കെയും ഞങ്ങൾ ചെയ്യാം. ഞങ്ങൾ ഒരുത്തനെയും രാജാവാക്കുന്നില്ല. നിന്റെ ഇഷ്ടം പോലെ ചെയ്തു പോകുക എന്ന് പറയിച്ചു. അവൻ രണ്ടാമത് എഴുതിയത്, നിങ്ങൾ എന്റെ പക്ഷം ചേർന്ന് എന്റെ കൽപ്പന കേൾക്കുമെങ്കിൽ നിങ്ങൾ യജമാന്റെ പുത്രന്മാരെ തല നാളെ ഈ നേരത്ത് ഇസ്രായേലിൽ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. എന്നാൽ രാജകുമാരന്മാർ 70 പേരും തങ്ങളെ വളർത്തുന്ന നഗര പ്രധാനികളോടുകൂടെ ആയിരുന്നു. ഈ എഴുത്ത് അവരുടെ അടുക്കൽ എത്തിയപ്പോൾ അവർ രാജകുമാരന്മാരെ 70 പേരെ പിടിച്ചു കൊന്ന് അവരുടെ തല കൊട്ടയിലാക്കി ഇസ്രായേലിൽ അവരുടെ അടുക്കൽ കൊടുത്തയച്ചു. ഒരു ദൂതൻ വന്ന് അവരോട് അവർ രാജകുമാരന്മാരെ തല കൊണ്ടുവന്നിരിക്കുന്നു എന്ന് അറിയിച്ചു. അവയെ പടപ്പുരവാദിക്ക് 2 കൂമാരമായി കൂട്ടി രാവിലെ വരെ ഉച്ചയ്ക്ക് വരുന്ന അവൻ കൽപ്പിച്ചു. മറ്റന്നാൾ രാവിലെ അവൻ പുറത്തു ചെന്ന് സർവ്വജനത്തോടും പറഞ്ഞാൽ, നിങ്ങൾ നീതിവാന്മാർ, ഞാനും എന്റെ യജമാന്റെ വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി അവനെ കൊന്നു കളഞ്ഞു. എന്നാൽ ഇവരെയൊക്കെയും കൊന്നതാ. ആകയാൽ യഹോവയായ ആഹാബ് ഗൃഹത്തെക്കുറിച്ച് അരുളി ചെയ്ത് യഹോവയുടെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാക്കിയില്ല എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. യഹോവ തന്റെ ദാസനായ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്തു എന്ന് വർത്തിച്ചിരിക്കുന്നുവല്ലോ. അങ്ങനെ യേഹു ഇസ്രായേലിൽ ആഹാബ് ഗൃഹത്തിൽ ശേഷിച്ചവരെയൊക്കെയും അവന്റെ സകല മഹത്തുക്കളെയും ബന്ധുക്കളെയും പുരോഹിതന്മാരെയും ആരും ശേഷിക്കാതെ വണ്ണം സംഹരിച്ചു കളഞ്ഞു. പിന്നെ അവൻ പുറപ്പെട്ട് ശമരിയിൽ ചെന്ന വഴിയിൽ ഇടയന്മാർ രോമം കത്തിരിക്കുന്ന വീട്ടിനരികെ എത്തിയപ്പോൾ യേഹു യഹൂദ രാജാവായ അഹസ്യാവിന്റെ സഹോദരന്മാരെ കണ്ടിട്ട്, നിങ്ങൾ ആരെന്ന് ചോദിച്ചു. ഞങ്ങൾ അഹസ്യാവിന്റെ സഹോദരന്മാർ, രാജാവിന്റെ മക്കളെയും രാജ്ഞിയുടെ മക്കളെയും അഭിവന്ദനം ചെയ്യുവാൻ പോകുകയാവുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവൻ അവരെ ജീവനോട് പിടിപ്പി എന്ന് കൽപ്പിച്ചു. അവർ അവരെ ജീവനോട് പിടിച്ചു. അവരെ 42 പേരെയും രോമം കത്തിരിക്കുന്ന വീട്ടിനെ കളത്തിങ്കൽ വെച്ച് കൊന്നു. അവരൊരുത്തനെയും ശേഷിപ്പിച്ചില്ല. അവൻ അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ എതിരേൽപ്പാൻ വരുന്ന രേഖാബിന്റെ മകനായ യോനാദാബിനെ കണ്ട് വന്ദനം ചെയ്ത് അവനോട്, എന്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന പോലെ നിന്റെ ഹൃദയം പരമാർത്ഥമായിരിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് യോനാദാബ് അതേ എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ കൈ തരിക. അവൻ കൈ കൊടുത്തു. അവനെ തന്റെ രഥത്തിൽ കയറ്റി. നീ എന്നോട് കൂടെ വന്ന് യഹോവയെ കുറിച്ച് എനിക്കുള്ള ശുഷ്കാന്തി കാണുക എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ അവനെ രഥത്തിൽ കയറ്റി അവർ ഓടിച്ചുപോയി. ശമരിയയിൽ എത്തിയപ്പോൾ അവൻ ശമരിയയിൽ ആഹാബിന് ശേഷിച്ചവരെയൊക്കെയും യഹോവ ഏലിയാവോട് അരുളി ചെയ്ത വചനപ്രകാരം ഒട്ടിഴിയാതെ സംഹരിച്ചു കളഞ്ഞു. പിന്നെ യേഹു സകല ജനത്തെയും കൂട്ടി അവരോട്, ആഹാബ് ബാലിനെ അല്പമേ സേവിച്ചുള്ളൂ, യേഹുവോ അവനെ അധികം സേവിക്കും. ആകയാൽ ബാലിന്റെ സകല പ്രവാചകന്മാരെയും സകല പൂജകന്മാരെയും സകല പുരോഹിതന്മാരെയും എന്റെ അടുക്കൽ വരുത്തുവിൻ. ഒരുത്തനും വരാതിരിക്കരുത്. ഞാൻ ബാലിനൊരു മഹായാഗം കഴിപ്പാൻ പോകുന്നു. വരാത്തവർ ആരും ജീവനോട് ഇരിക്കുകയില്ല എന്ന് കൽപ്പിച്ചു. എന്നാൽ ബാലിന്റെ പൂജകന്മാരെ നശിപ്പിക്കത്തക്കവണ്ണം യേഹു ഈ ഉപായം പ്രയോഗിച്ചു. ബാലിനൊരു വിശ്വസഭായവും ഘോഷിപ്പിക്കും എന്ന് യേഹു കൽപ്പിച്ചു. അവർ അങ്ങനെ ഘോഷിച്ചു. യേഹു ഇസ്രായേൽ ദേശത്ത് എല്ലാവരും വാളയച്ചതുകൊണ്ട് ബാലിന്റെ സകല പൂജകന്മാരും വന്നു. ഒരുത്തനും വരാതിരുന്നില്ല. അവർ ബാലിന്റെ ക്ഷേത്രത്തിൽ കൂടി ബാൽക്ഷേത്രം ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ തിങ്ങി നിറഞ്ഞു. അവൻ വസ്ത്രവിചാരകനോട് ബാലിന്റെ സകല പൂജകന്മാർക്കും വസ്ത്രം കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് കൽപ്പിച്ചു. അവൻ വസ്ത്രം കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെ യേഹുവും രേഖാബിന്റെ മകനായ യോനാദാബും ബാലിന്റെ ക്ഷേത്രത്തിൽ കടന്നു. ബാലിന്റെ പൂജകന്മാരോട്, ബാലിന്റെ പൂജകന്മാർ മാത്രമല്ലാതെ യഹോവയുടെ പൂജകന്മാർ ആരും ഇവിടെ നിങ്ങളോടുകൂടെ ഇല്ലാതിരിക്കേണ്ടതിന് തിരഞ്ഞു നോക്കുവിൻ എന്ന് കൽപ്പിച്ചു. അവർ ഹന്യാങ്ങളും ഹോമയാങ്ങളും കഴിപ്പാൻ അകത്ത് എന്ന ശേഷം യേഹു പുറത്ത് 80 പേരെ നിർത്തി. ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന ആളുകളിൽ ഒരുത്തൻ ചാടിപ്പോയാൽ അവന്റെ ജീവന് പകരം അവനെ വിട്ടയച്ചവന്റെ ജീവനായിരിക്കും എന്ന് കൽപ്പിച്ചു. ഹോമയാഗം കഴിച്ചു തീർന്നപ്പോൾ യേഹു അമ്പടികളോടും പടനായകന്മാരോടും അകത്ത് കടന്നവരെ കൊല്ലുവിൻ, ഒരുത്തരും പുറത്തു പോകരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ വാളിന്റെ വായ്ത്തരിയാൽ അവരെ കൊന്നു. അകമ്പടികളും പടനായകന്മാരും അവരെ പുറത്ത് എറിഞ്ഞു കളഞ്ഞു. ബാൽക്ഷേത്രത്തിന്റെ നഗരത്തിൽ ചെന്നു. ബാൽക്ഷേത്രത്തിലെ സ്തംഭ വിഗ്രഹങ്ങളെ പുറത്തു കൊണ്ടുവന്ന് ചുട്ടു കളഞ്ഞു. അവർ ബാൽസ്തംഭത്തെ തകർത്ത് ബാൽക്ഷേത്രത്തെ ഇടിച്ച് അതിനെ മറപ്പുരയാക്കി തീർത്തു. അത് ഇന്നുവരെ അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇങ്ങനെ യേഹു ബാലിനെ ഇസ്രായേലിൽ നശിപ്പിച്ചു കളഞ്ഞു. എങ്കിലും ബേഥേലിനും ദാനിലും ഉണ്ടായിരുന്ന പൊൻകാളക്കുട്ടികളെ കൊണ്ട് ഇസ്രായേലിനെ പാപം ചെയ്യുമാറാക്കിയ നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളെ യേഹു വിട്ടുമാറിയില്ല. യഹോവ യേഹുവിനോട്, എനിക്ക് ഇഷ്ടമുള്ളത് നീ നല്ലവണ്ണം അനുസരിച്ചതുകൊണ്ടും എന്റെ ഗൃഹപ്രകാരമൊക്കെയും ആഹാബ് ഗൃഹത്തോട് ചെയ്തുകൊണ്ടും നിന്റെ പുത്രന്മാർ ഇസ്രായേലിന്റെ രാജാസനത്തിൽ 4ാം തലമുറ വരെ ഇരിക്കുമെന്ന് അരുളി ചെയ്തു. എങ്കിലും യേഹു ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ അപമാനപ്രകാരം പൂർണ്ണ മനസ്സോടെ നടക്കുന്നതിന് ജാഗ്രത കാണിച്ചില്ല. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച യൊരോബെയാമിന്റെ പാപങ്ങളെ അവൻ വിട്ടുമാറിയതുമില്ല. അക്കാലത്തെ യഹോവ ഇസ്രായേലിനെ കുറിച്ച് കളവാൻ തുടങ്ങി. ഹസായേൽ ഇസ്രായേലിന്റെ അതിരുകളിലൊക്കെയും അവരെ തോൽപ്പിച്ചു. അവൻ യോർദാന് കിഴക്ക് ഗാദ്യർ, രൂബേന്യർ, മനശ്ശെയർ എന്നിവർ ദേശമായ ഗിലെയാദ് മുഴുവനും ജയിച്ചടക്കി. അർമ്മോൻ തോട്ടിനരികെയുള്ള അരോവേർ മുതൽ ഗിലെയാദും ബാശാനും തന്നെ. യേഹുവിന് മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തൊക്കെയും അവന്റെ സകല പരാക്രമ പ്രവൃത്തികളും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യേഹു തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ ശമരിയയിൽ അടക്കം ചെയ്തു. അവന്റെ മകനായ യെഹോവാഹാസ് അവന് പകരം രാജാവായി. യേഹു ശമരിയയിൽ ഇസ്രായേലിന്റെ വാണകാലം 28 സംവത്സരമായിരുന്നു.